വാക്കുകൾ കൊണ്ട് ലോകം കീഴടക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? പലപ്പോഴും വാക്കുകളെക്കാൾ വലിയ ആയുധം നമ്മുടെ മൗനമാണെന്ന് നിങ്ങൾക്കറിയുമോ? ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ മൗനം എന്നത് ബലഹീനതയല്ല, മറിച്ച് അറിവുള്ളവന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഇന്ന് ആദീസ് ലൈഫ് ഹബിലൂടെ ദൈനംദിന ജീവിതത്തിൽ മൗനം പാലിച്ച് എങ്ങനെ മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്, തർക്കങ്ങളിലെ മൗനം. ചാണക്യനീതി പറയുന്നത് സ്വന്തം നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവന് ഒരിക്കലും സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ്. നിങ്ങൾ ആരെങ്കിലും അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു തർക്കമുണ്ടാക്കുമ്പോഴോ ഉടൻ പ്രതികരിക്കാതിരിക്കുക. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ എതിരാളി തളരുകയും അവർക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ മൗനം നിങ്ങളെ ഒരു പക്വതയുള്ള വ്യക്തിയായി മറ്റുള്ളവരുടെ മുന്നിൽ ഉയർത്തുന്നു. അതേപോലെ തന്നെയാണ് അടുത്ത ഒരു സന്ദർഭം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ലിസണിങ്. ഒരു മികച്ച ഭരണാധികാരി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ ശ്രദ്ധിക്കും. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കുന്നത് അവരെ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകുന്നു. അവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. നിങ്ങൾ കുറച്ച് മാത്രം സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും 10 ഇരട്ടി മൂല്യം ലഭിക്കുന്നു. അടുത്തൊരു പോയിന്റ്, രഹസ്യങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്ലാനുകളെക്കുറിച്ചും അമിതമായി സംസാരിക്കാതിരിക്കുക. ചാണക്യൻ ഉപദേശിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികൾ പൂർത്തിയാകുന്നത് വരെ രഹസ്യമായി വെക്കുക എന്നാണ്. അനാവശ്യമായി സംസാരിക്കാത്ത വ്യക്തിക്ക് എപ്പോഴും ചുറ്റും ഒരു ബഹുമാനം ഉണ്ടായിരിക്കും. അവർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അടുത്ത കാര്യം എന്ന് പറയുന്നത് 3 സെക്കൻഡ് റൂൾ. നാളെ മുതൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയുന്നതിന് മുമ്പ് 3 സെക്കൻഡ് മൗനം പാലിക്കുക. ആ സമയം കൊണ്ട് ആലോചിച്ച് മറുപടി നൽകുക. നിങ്ങളുടെ വാക്കുകളെ കൂടുതൽ വ്യക്തവും സ്വാധീനമുള്ളതുമാക്കുന്നു. ശക്തരായവരുടെ ഭാഷയാണ് മൗനം. അതുകൊണ്ട് വേണ്ട സമയത്ത് മൗനം പാലിക്കുകയും ആവശ്യമുള്ള സ്ഥലത്ത് സംസാരിക്കുവാനും പഠിക്കുക. നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും മറക്കരുത്. വീണ്ടും നല്ല ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.